മെയ് 13 കണ്ണൂരിൽ ചെയ്ത എന്റെ പ്രസംഗത്തിൽ സംഭവിച്ച അപാകതയെ ഞാൻ അന്ന് തിരുത്തി. സഹോദരങ്ങളെ, ആ മന്ത്രിയെ വിളിച്ച് ഞാൻ ആ കാര്യം പറഞ്ഞു. ഇനി പറയൂ, ഒരു വിശ്വാസി വലം യുസിറു അലാ മാ ഫഅലു വഹും യഅലമൂൻ, അറിഞ്ഞുകൊണ്ട് തെറ്റിൽ നിൽക്കുന്നവനാണ് ഒരു വിശ്വാസി. എനിക്ക് പറ്റി ഞാൻ അപ്പം തിരുത്തി. എന്നിട്ട് 26-ന് നിങ്ങൾ ആലോചിക്കുക, ഒതായിലെ കുനിയിലെ ഞാൻ പ്രസംഗിച്ചിറങ്ങുമ്പാണ് നിന്നെ പുറത്താക്കി. എനിക്ക് തോന്നിയ വിറ്റെന്തറിയോ, ഫുൾ ടൈം അള്ളാന്റെ ദീന് പറയുന്ന നിന്നെ ഞങ്ങൾക്ക് പറ്റില്ല, എന്നെ പുറത്താക്കി എന്ന് എനിക്ക് തോന്നി. സഹോദരങ്ങളെ, അപ്പൊ ഞാൻ ചോദിച്ചു, സഈദ് ബിൻ ആമിർ റളിയല്ലാഹു അൻഹുവിനെ അദ്ദേഹത്തിന്റെ പേരിൽ ആരോപണം വന്നപ്പോ ഖലീഫ ഉമർ ചെയ്തതെന്താ? അദ്ദേഹം ആദ്യം തന്നെ അദ്ദേഹം പ്രാർത്ഥിച്ചു, എന്റെ സഹോദരനെ കുറിച്ച് കേട്ട ആരോപണം ശരിയാകാതിരിക്കട്ടെ. രണ്ടാമതായി അദ്ദേഹം വിളിച്ചു വരുത്തി. 4 ആരോപണങ്ങളായിരുന്നു അദ്ദേഹത്തിന്റെ പേരിൽ. അത് ചോദിച്ച് ക്ലിയർ ചെയ്ത് കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്ത് അത് വെറും ആരോപണമാണ് ബോധ്യപ്പെട്ടു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഇതല്ലേ സാർ, ഇനി നിങ്ങൾ കേൾക്കി, CD ടവറിൽ വെച്ച് 3 പ്രഗത്ഭരുടെ മുമ്പിൽ ഞാൻ ഇരുന്ന് ഇതല്ലേ സാർ ഇസ്ലാം എന്ന് ചോദിച്ചു. ഇതല്ലേ സാർ ഇസ്ലാമിന്റെ പ്രമാണം? എന്നോട് പറയാണ്, നിങ്ങൾ കേട്ടോളീൻ, ഞാൻ അള്ളാനെ സാക്ഷ്യം നിർത്തി പറയും, നീ പറഞ്ഞതാ ഇസ്ലാം, അതാണ് കറക്റ്റ്. പക്ഷെ സംഘടന അതല്ല. സംഘടന നടപടിയെടുത്തേ പറ്റൂ. കണ്ണൂര് വെച്ച് കായക്കോട് വിശദീകരിച്ചപ്പോ നിയമത്തുള്ള ഫാറൂഖിനെ കുറിച്ച് ചോദിച്ചു, എന്നെ കുറിച്ചും ചോദിച്ചു. അപ്പോ കായക്കൊടി പറയുന്ന എന്തറിയോ, നിയമത്തുള്ള ഫാറൂഖിയെ വിളിച്ച് കാര്യം ബോധിച്ചു. പിന്നെ മൂപ്പരെ പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തെ വിളിച്ചത് ആരറിഞ്ഞു? അദ്ദേഹത്തിന് കൊടുത്ത കത്താര് കണ്ടു. എന്നിട്ട് അദ്ദേഹം അതിനുശേഷവും അദ്ദേഹം എത്രയോ സ്ഥലത്ത് പ്രസംഗിച്ചു. എന്നിട്ട് എന്റെ കാര്യത്തിൽ പറയാട്ടോ, എന്നെ പറ്റി പറയാം, ബാലുശ്ശേരി അപ്പൊ തന്നെ പശ്ചാത്തപിച്ച് തിരുത്തി, അത് തെറ്റാന്ന് അറിഞ്ഞോണ്ടല്ലേ. എന്നിട്ട് പറയും അതുകൊണ്ടാണ് പുറത്താക്കി. ഒരു സംഘടനയാവുമ്പോ അങ്ങനെയൊക്കെ ചെയ്യണ്ടേ. എന്നിട്ട് എന്നോട് ആദ്യം ഒരു പറഞ്ഞെന്തറിയോ, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ചരിത്രത്തിലില്ലാത്ത വൈകാരികമായ ഒരു ആധികാരിക കത്ത് കൊടുത്തു. തിരുവനന്തപുരത്തെ സെലഫി സെന്ററിന്റെ ഗേറ്റിൽ നിന്നുകൊണ്ട് ഉന്നതനായ ഒരു നേതാവ് എന്നോട് പറഞ്ഞ, ഇന്ന് വരെ ഞാൻ എന്നിട്ടേ ഈ മന്ത്രിനെ വിളിച്ചപ്പോ മന്ത്രി എന്നോട് ചോദിക്കും, ബാലുശ്ശേരി വല്ല വിവാദമായി പോയില്ലേ, മാധ്യമത്തിൽ വായിച്ചപ്പോഴാണ് നിങ്ങൾ എന്നെ വിമർശിച്ചതിന്റെ പേരില്ല സംഘടന പുറത്തായത് എന്ന് ഞാൻ അറിഞ്ഞു. അവർ കത്ത് കൊടുത്തോണ്ട് എന്നെ പുറത്താക്കിയെന്ന് പറയുന്ന ആരാ? ഉന്നതനായ ഒരു നേതാവ്. അവരങ്ങനെ ഒരു കത്ത് കൊടുത്തതായി നമുക്ക് യാതൊരു അറിവില്ല. അതല്ലേ ഹാജരാക്കേണ്ടത്. എനിക്ക് തന്ന മന്ത്രിമാരെ കത്തൊന്ന് കാണിക്കട്ടെ. ഇല്ല, നുണ പറയാൻ ഒരു ചാൻസ് കിട്ടിയപ്പോ ചാടി പിടിച്ചുട്ടാ ചെങ്ങായിനെ പുറത്തായി. അതിനൊരു കാരണമുണ്ട്. അതിന് മുമ്പ് ഞാൻ നടത്തിയ ചില പ്രസംഗത്തിൽ ജിന്നിനോട് തേടുന്ന ഒരാളെ ഹാജരാക്കാൻ പറ്റുമെന്ന് കയ്പമംഗലത്തും പരിസരത്തും ഒക്കെ പ്രതീക്ഷിച്ചു. പ്രസംഗം കഴിഞ്ഞപ്പോൾ ഇവർക്ക് തോന്നി ഈ പോക്ക്, പ്രത്യേകിച്ച് പ്രസംഗത്തിലെ ഈ പ്രബോധന ചരിത്രത്തിലെ പ്രസംഗിക്കാൻ നിരന്തരമായി ഏർപ്പെടുന്ന പ്രബോധകരെ ഈ രംഗത്ത് അഴിച്ചുവിട്ടാൽ ഇത് ജനങ്ങൾക്കിടയിൽ വലിയൊരു കോളിളക്കം സൃഷ്ടിക്കും. അതുകൊണ്ടൊരു ചാൻസ് കാത്തിരിക്കുകയായിരുന്നു. കിട്ടി, ഉണ്ടാക്കി, അതിന്റെ അടിസ്ഥാനത്തിൽ പുറത്താക്കി. സഹോദരങ്ങളെ, ഇതൊന്നും അന്വേഷിച്ച് പഠിച്ചിട്ടോ ചോദിച്ചിട്ടോ നമ്മളൊരു ഓഫീസിൽ നമ്മളോട് വർക്ക് ചെയ്യുന്ന ഒരുത്തനെ പുറത്താക്കുമ്പോ ഇന്ന കാരണം കൊണ്ടാ മോനെ എന്നെ പുറത്താക്കുന്നവനെ ബോധ്യപ്പെട്ടിട്ടില്ലേ, അല്ലെ എങ്ങനെയല്ലേ, ഞാൻ ചെയ്ത തെറ്റെന്താണ് എന്ന് ചോദിക്കാനുള്ള അവസരം ഉണ്ടാവണ്ടേ? അതൊന്നും ഉണ്ടായില്ല. അപ്പൊ സംഘടനയാണ് നമ്മുടെ ആളുകൾക്ക് വലുത്. ഇത് സഗൗരവമായി നാം പഠിച്ചില്ലെങ്കിൽ വലിയ അപകടം വരാൻ പോകുന്നു. വലിയ അപകടം. നമുക്കറിയാലോ ഉമ്മാനെ ബാപ്പാനേക്കാൾ 3 ഇരട്ടി സ്നേഹിക്കണം. പക്ഷെ ആ ഉമ്മാനേക്കാൾ വലുതല്ലേ ആദർശം? അതുകൊണ്ടല്ലേ സയ്യിദ് ഇബ്നു അബി വക്കാസ്, ഉമ്മ അങ്ങക്ക് 100 ശരീരമുണ്ട്, ഇന്ന് നിങ്ങൾ മരിച്ചാലും ഞാൻ ഈ ആദർശം വിടൂല. ആദർശത്തിനാണല്ലോ നമ്മൾ 1-ാം സ്ഥാനം കൊടുക്കുന്നത്. ഇത് നമ്മൾ മനസ്സിലാക്കും. ഇതെല്ലാം നടക്കുന്ന ചർച്ചക്കിടയില് ഞാൻ പറഞ്ഞത്രേ, ഉത്തരവാദിത്തപ്പെട്ടൊരു പണ്ഡിതൻ പറയാണ്, നേതാവ് പറയാണ്, കല്ലൂരിലെ എന്റെ പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞത്രേ, മുജാഹിദ് ബാലുശ്ശേരി ഇല്ലാത്ത സംഘടന മൊബൈൽ നഷ്ടപ്പെട്ട കവർ പോലെയാണ് എന്ന് ഞാൻ പ്രസംഗിച്ചു എന്നത് 2-3 ആഴ്ചയുടെ ഉള്ളിലുള്ള ഒരു സംഭവം പറയുന്നത്. ഞാൻ പ്രസംഗിച്ചു എന്നാ പറയും. ഒരു വലിയ, എന്നിട്ട് അയാൾ പറയാണ്, എന്നോട് ആരും പറഞ്ഞതല്ല, ഞാൻ കേട്ടതാണ് എന്ന്. വളരെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാപനത്തിൽ വളരെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ നിൽക്കുന്നിടത്ത് ഇയാൾ പറയാണ്, ആരാണ് ആ മഹാൻ, ആരാണ് എന്നെ കുറിച്ച് ആ നുണ പറഞ്ഞ ആള്? എനിക്കുള്ള വേദന എന്തറിയോ, നുണയുടെ ഒരു നീണ്ട കോമ്പല് ഞങ്ങൾക്ക് അവതരിപ്പിച്ചത്. ഈ ആളുകൾ എന്താ പടച്ചോനോർക്കാത്ത? ഇത് നുണയാണെന്നും ഇത് സത്യമല്ലെന്നും ഇത് ശരി, അത് എത്ര തവണ നമ്മൾ തിരുത്തി കൊടുത്തു. ഞാൻ ആ മനുഷ്യന്റെ വീട്ടിൽ പോയി എന്നിട്ട് പറഞ്ഞു, സാർ നിങ്ങൾ ഈ പറഞ്ഞത് ശരിയല്ല. അതുപോലെ ഞാൻ അദ്ദേഹത്തിന്റെ കേബിളിൽ കയറി ചെന്നു അവസാന റൗണ്ടിൽ. അന്ന് ഞാൻ പറഞ്ഞു, അവസാനം ദേഷ്യം പിടിച്ചിങ്ങനെ വന്നപ്പോ ഞാൻ ഒന്നും വേണ്ടിയില്ല, അവിടുന്ന് ഇറങ്ങിപ്പോന്നു.
സത്യത്തിൽ ഉണ്ടായതാണ്. ഇനി അദ്ദേഹം പറയുന്ന കാര്യം നിങ്ങളൊന്ന് കേട്ടു നോക്കി. എറണാകുളത്തെ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ വെച്ച്, ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ ഒരു യോഗം സംഘടിപ്പിച്ചു. സ്റ്റേഡിയത്തിന്റെ വലിപ്പമുള്ളൂ. ഏതായിരുന്നാലും അതിന്റെ ഒരു മൂലയിൽ ഒരു സമ്മേളനം നടത്തി. ആ സമ്മേളനത്തിലെ പ്രസംഗങ്ങൾ നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഞാൻ പറയുന്നില്ല, കേട്ടിട്ടുണ്ട്. നിങ്ങൾ ആരെങ്കിലും കേട്ടോ? അതിൽ ഒരു വലിയ പ്രാസംഗികൻ നമ്മളെ അയാളില്ലെങ്കിലും ഒന്നുമില്ല, ഒരു മൊബൈലിന്റെ കവർ പോലെയായി മാറുന്ന ഈ പ്രസ്ഥാനം. അയാളില്ലെങ്കിൽ ഒരു മൊബൈൽ ഫോണിന്റെ കവർ എങ്ങനെയാണോ ഈ സംഘടന അങ്ങനെയാകുന്നാണ് അയാൾ പറഞ്ഞത്. ഒന്നും ഒരു കാര്യമില്ല. ഈ പരസ്യമായി അവിടെ വെച്ച്, ഇത് ഞാൻ ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുള്ള പ്രസംഗമല്ല, ഞാൻ കേട്ട പ്രസംഗം. നിങ്ങൾ ഉണ്ടെങ്കിൽ അതൊന്ന് കേൾക്കും. അതിന് സഹോദരങ്ങളെ, എന്നോട് ആരെങ്കിലും പറഞ്ഞതല്ല, ഞാൻ നേരിട്ട് കേട്ടതാണ്. ഇത് പറയുമ്പോ 3 കാര്യം അദ്ദേഹം ഓർക്കേണ്ടിയിരുന്നു. 1, കല്ലൂരിൽ പ്രസംഗം റെക്കോർഡാണ് എന്ന കാര്യം. 2, ആയിരക്കണക്കിന് മനുഷ്യർ ആ പ്രസംഗം കേട്ടിട്ടുണ്ട് എന്ന കാര്യം. 3, ബൈലക്സിൽ റെക്കോർഡാണെന്ന കാര്യം. 4, അലം യഅലം അന്നല്ലാഹ യറാ മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ നതീർ ഇദ് യതലഖൽ മുതലഖിയാനി അനിൽ യമീനി വഅനിൽ ശിമാലി ഖഈദ് മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ നതീർ. എന്താ ഓർക്കാതെ പോയത്? ഞാൻ ചോദിക്കുന്നു, ഈ നുണക്കൊക്കെ കൂട്ടുനിന്ന് അവിടെ ജീവിക്കണമെന്നാണോ നിങ്ങൾ വിശ്വാസികളായ ഞങ്ങളോട് പറയുന്നത്? നുണയല്ലേ അത്? ഞാൻ പാലപ്പെട്ടിയിൽ പ്രസംഗിച്ചു. എന്റെ പേരിൽ ഇപ്പൊ ആരോപിച്ച കാര്യം എന്താ നിങ്ങൾ മനസ്സിലാക്കണോ? ആ പ്രസംഗം കേട്ടിട്ട് കല്ലൂരിലെ പ്രസംഗങ്ങൾ കേൾക്കുക. ഞാൻ എന്താ പറഞ്ഞത് എന്ന് കൂട്ടരെ നിങ്ങൾ ശരിക്കും ആലോചിക്കുക. എന്റെ പേരിൽ ആരോപിച്ച് എത്ര ആരോപിച്ചു എന്നറിയാം നിങ്ങള്? 4 കൊല്ലം മുമ്പ് ഞാനത് ചെയ്തിട്ടില്ല, ഞാനത് പറഞ്ഞിട്ടില്ല എന്ന് രേഖ വെച്ച് തെളിയിച്ചു. ദുബായിലെ ബ്രിഡ്ജുൽ അറബ് ബോംബിട്ട് തകർക്കാൻ ഞാൻ പറഞ്ഞു എന്നാ ഇപ്പോഴും പ്രസംഗിക്കുന്നത്. എന്താ ഉണ്ടായത് എന്നറിയോ നിങ്ങൾക്ക്? കേട്ടാ നിങ്ങൾ ചിരിച്ചും കരഞ്ഞും പോകും. അതായത് പ്രകൃതിയിലെ ദൈവിക ദൃഷ്ടാന്തങ്ങൾ അൽമനാറിൽ ഞാൻ പ്രസംഗിക്കുന്ന പ്രസംഗത്തിൽ കുല്ലു മൻ അലൈഹാ ഫാൻ വയബ്കാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. എല്ലാം തകരും, ലോകമെല്ലാം നശിക്കും, ആകാശഭൂമികൾ തകരും, സർവചരാചരങ്ങളും അന്ന് നശിക്കും. അന്ന് അല്ലാഹുവിന്റെ അസ്തിത്വമല്ലാതെ മറ്റൊന്നും ഈ ലോകത്തുണ്ടാവുകയില്ല. ജനങ്ങളെ, നിങ്ങൾ എത്ര ശക്തമായി കെട്ടിയുണ്ടാക്കിയ കോട്ടകളും തകർന്നു പോകും. ഈ ബ്രിഡ്ജുൽ അറബും അന്ന് ഖിയാമത്ത് നാളിൽ തകരും. പ്രസംഗം അന്ന് ഈ ശൈലിയിലാ പ്രസംഗിച്ച് കേസറ്റുകൾക്ക് മനസ്സിലാകാനാണ് അത് പറഞ്ഞത്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, എന്ത് ഖിയാമത്ത് നാളിൽ ബ്രിഡ്ജുൽ അറബ് തകരും എന്ന് പറഞ്ഞതിന് എന്താ പറഞ്ഞേ? ബോംബിട്ട് തകർക്കും. എന്നെ പുറത്താക്കിയതിന് ശേഷം കായംകുളത്ത് ഞാൻ നേരത്തെ കാണിച്ച വലിയ ലീഡർ പ്രസംഗിച്ച റൗളത്തുല്ലും JCB കൊണ്ടുവന്ന് നിരത്താൻ പറഞ്ഞു. എന്താ വേറൊരു സ്ഥലത്ത് പറഞ്ഞ എന്താ അറിയോ? ഒരു സ്ഥലത്ത് വമ്പിച്ചടി ഉണ്ടായി. 1.5 ലക്ഷം റുപ്യ സ്റ്റേറ്റ് കമ്മിറ്റിക്ക് ബാധ്യത വന്നു. ആ യൂണിറ്റുകാര് കത്ത് കൊടുത്തു. അങ്ങനെ ഇങ്ങനെയൊക്കെ പ്രയാസം ഉണ്ടാക്കിയാളാണ് ആര്? ബാലുശ്ശേരി. എന്നാൽ ആ സംഭവത്തിന്റെ നിജസ്ഥിതി അറിയോ നിങ്ങൾക്ക്? കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്രക്കടുത്തുള്ള നെടുവണ്ണൂരിൽ ഗംഭീരമായ ഒരു അടിയുണ്ടായി. അതിനു മുമ്പ് ഞാനൊരു വിഷയം അവതരിപ്പിച്ചിരുന്നു. അതൊക്കെ ആ നാട്ടുകാരെ മനസ്സിലാക്കി. ഖുറാഫികൾ വന്നിട്ട് അവിടെ തെറ്റിദ്ധരിപ്പിച്ചു. എന്തൊക്കെ തെറ്റിദ്ധരിപ്പിച്ചു എന്നറിയോ? ഒരൊറ്റ ഹിന്ദുവിന്റെ വീടും കേരളത്തിൽ ഉണ്ടാകരുത്. ഈ ക്ലിപ്പിംഗ് ഒക്കെ കേൾപ്പിക്കണത് സത്യത്തിൽ അതിന്റെ അപ്പുറം എന്താ? മുസ്ലിങ്ങൾ അവരുമായിട്ട് സൗഹൃദത്തിൽ കഴിഞ്ഞിട്ടല്ലാതെ. നിങ്ങൾ ആലോചിക്കണോ? എന്നിട്ട് എനിക്കെതിരെ വലിയ ആളുകൾ, അവിടുത്തെ അമുസ്ലിങ്ങളും CPM ഒക്കെ എനിക്കെതിരെ തിരിഞ്ഞു. ഇവര് കള്ളത്തരം കാണിച്ചിട്ട് ക്ലിപ്പിങ്ങില് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റേജ് കയറി വമ്പിച്ചടി ഉണ്ടായി. കൊയിലാണ്ടിയിലെ നമ്മുടെ ബിലാലിന്റെ കണ്ണിന്റെ ഇവിടെ 12 സ്റ്റിച്ച് ഉണ്ടായി. വമ്പിച്ച പ്രശ്നങ്ങൾ ഉണ്ടായി. ഈ വിഷയം ഉണ്ടായപ്പോ എന്റെ മനസ്സിൽ വല്ലാതെ ദുഃഖം തോന്നി. കാരണം ഞാൻ പറയാത്തതും ചെയ്യാത്തതിന്റെ പേരിൽ ഒരുപാട് ആളുകൾക്ക് പ്രയാസങ്ങൾ ഉണ്ടായി. എന്നിട്ട് നിങ്ങൾക്ക് കേൾക്കണോ? സത്യസന്ധരാണെങ്കിൽ നമ്മൾ എന്താ വേണ്ടത്? അവിടുത്തെ ഈ മൈക്ക് സിസ്റ്റം, സൗണ്ട് സിസ്റ്റം, സ്റ്റേജ്, ഇതൊക്കെ ഒരിക്കലും പറഞ്ഞു ഞങ്ങൾക്ക് 15,000 രൂപ നഷ്ടമുണ്ട് എന്ന് ലിസ്റ്റ് കൊടുത്തിട്ട് ഇന്ന് അവരുടെ 2 നമ്പർ വേണേ ഞങ്ങൾക്ക് ഇപ്പൊ തരാം, നിങ്ങൾ വിളിച്ചു ചോദിക്കും, 15,000 രൂപ നഷ്ടമുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ആ സാധുക്കൾ എന്നോട് വിളിച്ചു പറഞ്ഞു, ബാലുശ്ശേരി ഞങ്ങൾക്ക് കൊടുക്കാൻ കഴിയില്ല, ഞങ്ങൾ സാധുക്കളാണ്. എന്നിട്ട് നിങ്ങൾക്ക് കേൾക്കണോ? 20,000 രൂപ അതിന്റെ പിറ്റേ ദിവസം ഞാൻ അവരുടെ കയ്യിൽ കൊണ്ടുപോയി കൊടുത്തു.
അങ്ങനെയാണ് അവർ ആ പ്രശ്നം പരിഹരിച്ചത്. 15,000 രൂപ 3,000 അധികം കൊടുത്തു. അറിഞ്ഞില്ല ഈ നേതാവ് ആ പ്രശ്നം പരിഹരിച്ചത് ഈ ഉള്ളവനായിരുന്നു, അറിഞ്ഞില്ല, നുണ പറയാ. എന്നിട്ട് 1.5 ലക്ഷം രൂപ സംഘടനക്ക് ബാധ്യത ഉണ്ടാക്കിയാളാണെന്ന് വരുത്തി തീർക്കുക. എന്തെല്ലാം കാര്യങ്ങൾ മന്ത്രിമാരെ വിമർശിച്ചു എന്ന് പറയാ. വസ്തുത എന്താണ്? ഒരു മന്ത്രി ശിർക്ക് ചെയ്തപ്പോ ഞാനത് ചൂണ്ടിക്കാണിച്ചു. അത് പറഞ്ഞതിനിടയ്ക്ക് പറയാൻ പാടില്ലാത്ത 2 വാക്കുകൾ പറഞ്ഞു. മനുഷ്യനല്ലേ മക്കളെ, തെറ്റുപറ്റി, ഞാനത് തിരുത്തി. യഥാർത്ഥത്തിൽ ഉണ്ടാകേണ്ടത് എന്താ? തെറ്റ് തിരുത്തിയാൽ അതാണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന് പറയല്ലേ നമ്മൾ വേണ്ടത്. സത്യത്തിൽ ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. വസ്തുതകളെ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇനി ഇതിലൊക്കെ വളരെ ഗൗരവമായി 2 കാര്യങ്ങളോട് നിങ്ങൾ അറിയിക്കാനുണ്ട്. 2 കാര്യങ്ങളോട് എന്ത് ആരോപണം ഉണ്ടായാലും ഇതൊക്കെ നിങ്ങൾ പഠിക്കണം. അതിലിപ്പോ വലുവന്നഹും ഇല്ലലമു എന്ന് പറയുന്ന ഒരു ആയത്ത് ഖുർആനിലില്ല എന്ന് ഞാൻ പറഞ്ഞു എന്നിട്ടാണ് ഇവിടെ നാളെ വരാൻ പോകുന്ന കക്ഷി നീ എന്ത് പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ മൂപ്പര് നാളെ ഇടൂല. പക്ഷെ മൂപ്പര് എല്ലായിടത്തും എന്താ സംഭവം എന്നറിയാം. സമസ്തക്കാരോടും ഞാൻ പറയാം, അതായത് സമസ്ത സുന്നികളിലെ പണ്ഡിതന്മാർ ഈ വലുവന്നഹും ഇല്ലലമു എന്നുള്ള ആയത്തിന്റെ ഒരു ശകലുണ്ടല്ലോ, അത് ദുർവ്യാഖ്യാനം റസൂലുള്ളാഹിയോട് ഇസ്തിഗ്ഫാർ നടത്താം, പൊറുക്കലിനെ തേടാം, പ്രാർത്ഥിക്കാം എന്നതിന് തെളിവ്. ഒരു മുസ്ലിയാർ ഒരു നാട്ടിൽ പ്രസംഗിച്ചപ്പോ വലുവന്നഹും ഇല്ലലമു എന്ന് തുടങ്ങുന്ന ആയത്തിൽ എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ പറഞ്ഞു, എന്ത് വലുവന്നഹും ഇല്ലലമു എന്ന് തുടങ്ങുന്ന ആയത്ത് അവിടെ ഇല്ല. അത് പറയേണ്ടതിന് പകരം, അതായത് സൂറത്തുൽ നിസായിൽ 64-ാമത്തെ ആയത്ത് അങ്ങനെയല്ല എന്ന് പറയേണ്ടതിന് പകരം വലുവന്നഹും ഇല്ലലമു എന്ന് തുടങ്ങുന്ന ആയത്ത് ഖുർആനിലില്ല എന്ന് ഞാൻ പറഞ്ഞു. ശരിക്കും ആയത്ത് തുടങ്ങുന്നത് എങ്ങനെയാണ്? വമാ അർസൽനാ മിർ റസൂലിൻ ഇല്ലാ ലിയുതാഅ ബിഇദ്നില്ലാഹ് വലുവന്നഹും ഇല്ലലമു അൻഫുസഹും എന്നാണ്. ഇത് ഖുറാഫികൾ പിന്നീട് ക്ലിപ്പിംഗ് ആക്കി. ആ ഖുറാഫിന്റെ ക്ലിപ്പിംഗ് ആണ് ഇയാൾ പിന്നെ കൊണ്ടുപോയിടുന്നത്. എവിടെ എത്തി ഇവര്? നിങ്ങൾ ആലോചിക്കേ. അതിതാ എത്ര ലളിതമായി തിരുത്താവുന്ന ഒരു കാര്യമാണ്. എന്റെ ധാരണയിൽ അത് വന്നില്ല. ഏതുപോലെ അബ്ദുൽ ഹമീദ് ഫൈസി വിളയിൽ അദ്ദേഹം ലൂത്ത് നബിയുടെ കാലത്താണ് തൂഫാൻ ഉണ്ടായത്, നൂഹ് നബിയുടെ കാലത്തല്ല എന്ന് വാശി പിടിച്ചു. സ്റ്റേജിലുള്ളവർ തിരുത്തി കൊടുത്തിട്ട് വരെ അദ്ദേഹത്തിൽ ഉറച്ചു. കാരണം എന്താ? ധാരണപ്പശകായിരുന്നു അത്. ആ ധാരണപ്പശക പിന്നീട് തിരിച്ച് അതാരും പറഞ്ഞില്ല. അതുകൊണ്ട് അതൊരു ധാരണപ്പശകാണ്. തിരുത്തിയാൽ കഴിഞ്ഞല്ലോ. അത് ക്ലിപ്പിംഗ് ഇട്ടിട്ട് വ്യക്തിവിരോധം തീർക്കുക. ആശയം പറഞ്ഞോളി, ആദർശം പറഞ്ഞോളി. ഈ ജാതി കാര്യങ്ങൾ ഇപ്പൊ പറയണ എന്തറിയോ? മരിച്ചവരോട് തേടാമെന്ന് ഞാൻ പറയുന്നത്. വളരെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളും ഇഷ്ടപ്പെട്ട ആളുകളും പറയണം. എന്താ സംഭവം എന്നറിയുന്നത്? ഒരു ചങ്ങാതിയായിട്ട്, അതായത് ഓന് പല കുരുട്ട് ചോദ്യം ചോദിക്കുന്ന ഒരാളായതുകൊണ്ട് ആ വിഷയത്തിൽ, അതായത് മൂസാ നബി മരിച്ച ആളല്ലേ, മൂസാ നബിയോട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തേടിയില്ല, അപ്പൊ മരിച്ചവരോട് തേടാമെന്നല്ലേ എന്നുള്ളതിന് പഴുത് തീർത്തിട്ട് ഞാൻ പറയണത്, മരിച്ചവരോടുള്ള തേട്ടത്തെ നീ 2 വിധത്തിൽ മനസ്സിലാക്കണം. നോക്കണം, നിങ്ങൾ 2 വിധത്തിൽ മനസ്സിലാക്കണം. അതായത് നിങ്ങൾ നടത്തുന്നതും നിങ്ങൾ ഈ പറഞ്ഞ സംഭവം തമ്മിലുള്ള പ്രശ്നം രാജുണ്ടായി. പ്രഗത്ഭരായ പണ്ഡിതന്മാര് പറയുന്നതാണ്, അന്ന് നബി കണ്ട എല്ലാ നബിമാരെയും ആത്മാവോടും ശരീരത്തോടും കൂടി പടച്ചോൻ റസൂലിനെ ഓരോ ആകാശത്തിൽ വെച്ച് കണ്ടു. അതേതുപോലെ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഒരു നബീനെ മറ്റൊരു നബി കാണുന്നത് പോലെ അങ്ങനെ കണ്ടപ്പോൾ മൂസാ നബി ഇങ്ങോട്ട് ചോദിച്ചു, ഇതിനെ നിങ്ങൾ മരിച്ചവരോട് തേടാനുള്ള തെളിവാക്കരുത്. ഇവിടെ മൂസാ നബി മരിച്ച ആളാണ്, എന്നിട്ട് മൂസാ നബീനെ അള്ളാഹു ജീവിപ്പിച്ചു. അപ്പൊ നിങ്ങൾക്ക് ചോദിക്കാം, ഈ വിവരണത്തിൽ 2 ഭാഗങ്ങളിൽ വന്ന എന്തോ ഒന്നായിരിക്കണം അവൻ കണക്ട് ചെയ്ത് എന്നെ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക. സഹോദരങ്ങളെ, ഞാൻ യൂട്യൂബിൽ കയറാറില്ല. എനിക്ക് ഈ ബൈലക്സ് കാര്യങ്ങളൊന്നും കേൾക്കുക എന്നല്ലാതെ, ആരെങ്കിലും കേൾപ്പിച്ചാൽ കേൾക്കുക അല്ലാതെ എനിക്കത് ഓപ്പറേറ്റ് ചെയ്യാൻ അറിയില്ല. അത് പറയുന്നതിൽ എനിക്കൊരു മടിയുമില്ല. എനിക്ക് മൊബൈലിൽ മെസ്സേജ് അയക്കാൻ ഞാൻ പഠിച്ചിട്ടില്ല. ഈ വക കാര്യങ്ങളൊന്നും എന്തുകൊണ്ട് അറിയാത്തതുകൊണ്ടോ പഠിക്കാൻ എളുപ്പമില്ലാത്തത് കൊണ്ടല്ല, അതിന് കുറെ ദുരന്തങ്ങളുണ്ട്. ഇപ്പൊ എനിക്കൊക്കെ വരുന്ന മെസ്സേജ് അനുസരിച്ച് തിരിച്ച് എഴുതുകയാണെങ്കിൽ അത് നമ്മുടെ സംസ്കാരത്തിന് നിരക്കാത്തതായി പോകും. അതുകൊണ്ട് ഈ 2 കാര്യങ്ങളിലും ഞാനിതാ ഇവിടെ ഇതിന്റെ വസ്തുത എന്ത് എന്ന് നിങ്ങളോട് പറയുന്നു. മരിച്ചവരോട് പ്രാർത്ഥിക്കാമെന്ന് ഞാൻ വാദിച്ചിട്ടില്ല. എന്റെ പ്രസംഗം കേട്ട ഒരു സമസ്തക്കാരൻ പോലും ഞാൻ അങ്ങനെ വാദിക്കുന്നു വിശ്വസിക്കില്ല. ശക്തിയുക്തം അതിനെതിരെ പ്രസംഗിച്ചിട്ടുള്ളതാണ്. ഇനി ഈ വിഷയത്തിലൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഇവിടെ ചില നമ്മുടെ നേതാക്കന്മാരുടെ ഒരവസ്ഥയും വിശേഷവും കാര്യങ്ങളും അറിയാൻ നിങ്ങൾ ഒരു ക്ലിപ്പിംഗ്. മരുഭൂമി ചെന്നുപെട്ട ഒരു ജിന്നിനോട് ചോദിക്കാനുള്ള ഒരു കള്ള ഹദീസും പിടിച്ച് കള്ളത്തരം പറഞ്ഞ് മുവഹിദുകളെ ശിർക്കിലേക്ക് കൊണ്ടുപോവുകയാണോ? ഇതാണോ ഹദീസ് പണ്ഡിതന്മാരുടെ പണി? ഏത് ഹദീസാണോ നീ ഓതിയത്? ആരാണോ നിനക്ക് ഹദീസ് പഠിപ്പിച്ചു തന്നത്? മരുഭൂമിയിൽ പോയ ജിന്നിനോട് ചോദിക്കണമെന്ന് എവനാണോ നിന്നെ പഠിപ്പിച്ചത്?
ആരാ നിനക്ക് ഹദീസ് പഠിപ്പിച്ചത്? ആ മുഹദ്ദിസിനെ കൊണ്ടുവാ ഇങ്ങോട്ട്, ധൈര്യമുണ്ടെങ്കിൽ കൊണ്ടുവാ ഇങ്ങോട്ട്, ഹദീസ് പഠിപ്പിച്ചു തരാ. ഹദീസ് പണ്ഡിതന്മാരല്ലാത്ത ഞങ്ങളുടെ മുന്നിലേക്ക് വാ. സഹോദരങ്ങളെ, എന്റെ ശിഷ്യനായിരുന്നു സലാഹി എന്ന് അയാൾ പറയുന്നു. ഈ ശിഷ്യനോട് സ്വീകരിക്കേണ്ട സമീപനാണോ അത്? ആണോ? ഒരു ഗുരുനാഥൻ മാതൃകയാകണ്ടേ? നിങ്ങൾ ചിന്തിക്ക്. വേറൊക്കെ പോട്ടെ, ഇനി ആരാണോ എന്നോട് പറഞ്ഞത്? ഉമർ മൗലവി. ആരാണോ എന്നോട് പറഞ്ഞത്? KP. ഈ എടോ എന്നുള്ള വിളി ഉമർ മൗലവിനോടാണ്, പാലത്തത്തുര മുഹമ്മദിനോടാണ്, അല്ലേ? അല്ലേ? അബ്ദുൽ ജബ്ബാർ മൗലവിനോടാണ്. പിന്നെയോ ലോകപ്രസിദ്ധരായ മുഹദ്ദിസീങ്ങളോടും മറ്റുള്ളവരോടാണ്. നട്ടപ്പാതിരാക്ക് 12 മണിക്ക് ഇങ്ങനെയൊക്കെ പറയാനുണ്ടോ കാര്യങ്ങൾ? മാന്യതയുടെ അതിർവരമ്പുകൾ വിട്ടില്ലേ ഇത്? അത് നിങ്ങൾ മനസ്സിലാക്കി. തുടർന്ന് ഒരല്പ കാര്യങ്ങളുടെ മുന്നേ ആവശ്യത്തിലിട്ടു. ഈ ചെറിയ മുന്നമാണ് യഥാർത്ഥത്തിൽ ജിന്നിനോട് അദ്ദേഹവും എന്ന ഹദീസിനെ സംബന്ധിച്ച് ചർച്ച ചെയ്തുകൊണ്ടല്ല യഥാർത്ഥത്തിൽ ഇക്കാര്യം വിശദീകരിച്ച് അതിന്റെ അടിസ്ഥാനത്തിൽ വസീലത്ത് ശിർക്കും ഹറാമുമാണ് എന്ന് ചെറിയ മുണ്ടതും എഴുതിയിട്ടില്ല. അത് ചെറിയ മുണ്ടതും എഴുതിയിട്ടില്ല. നേരമറിച്ച് ചെറിയ മുണ്ടത്തിന് പറ്റിയിട്ടുള്ള വലിയ അബദ്ധം അത് അബ്ദുൽ ജബ്ബാർ മൗലവി ചെറിയ മുണ്ടത്തിൽ നിന്ന് പകർത്തിയെടുത്തു. അദ്ദേഹം ഛർദ്ദിച്ചതാണ് ജബ്ബാർ മൗലവി കുടിച്ചത്. ആ പ്രശ്ന കഴിച്ച് ഇലനക്കിയുടെ ചിരിനക്കിയുടെ പ്രശ്നത്തി എന്ന് പറയുന്നത് പോലെ ചെറിയ മുണ്ടത്തിന്റെ ഇലനക്കിയ ജബ്ബാർ മൗലവിയുടെ ചിരിനക്കിയായ സക്കറിയ സലാഹിയുടെ വൃക്ഷനക്കികളാണ് ഇത്തരത്തിലുള്ള വാദങ്ങളുമായി നടക്കുന്നത്. എന്നിട്ട് മറ്റുള്ളവരും ഇസ്ലാം പ്രസ്ഥാനത്തിന്റെ നാളിതുവരെ അത് സ്വീകരിച്ചു വന്ന ആദർശത്തിന്റെ നേരെ കുതിര കയറിക്കൊണ്ട് തൗഹീദുള്ള ആളുകളെ ശിർക്കിലേക്ക് നയിക്കുന്ന ഈ ശിർക്കൻ പ്രചരണം ഇത്തരത്തിലുള്ള ഏത് കുൽസിത ശ്രമങ്ങളുടെ പേരിലാണെങ്കിലും ആ വിത്താണ് ഈ ഇടത്തനാട്ടുകരയിൽ മുളക്കാൻ അനുവദിക്കാതിരിക്കുക. 2012 ഇവിടെ കൊണ്ടുവന്ന ഈ വിത്ത്, ഈ ശിർക്കിന്റെ വിത്ത്, പറപ്പൂർ അബ്ദുറഹ്മാൻ മൗലവി കുഴിച്ചു മൂടിയ ശിർക്ക്, ആ TP ആദ്യ മൗലവി കുഴിച്ചു മൂടിയ വിത്ത്, അലവി മൗലവി കുഴിച്ചു മൂടിയ വിത്ത്, ഈ ഇസ്ലാമി പ്രസ്ഥാനത്തിന്റെ മണ്ണിൽ കുഴിച്ചു മൂടിയ ആ ശിർക്കിന്റെ വിത്ത് 2012 ആ ശിർക്കല്ലെന്ന് പറഞ്ഞ ഈ പുതിയ വിത്തിവിടെ നട്ടു വളർത്താൻ ഈ ഇടത്തനാട്ടുകരയിലെ ആദർശബോധമുള്ള സാധാരണക്കാരായ മുജാഹിദ് പ്രവർത്തകന്മാർ, വിശിഷ്യ ഈ പ്രസ്ഥാനത്തിന്റെ ചരിത്രമറിയുന്ന, പാരമ്പര്യമറിയുന്ന, ആദർശം കേട്ട് പഠിച്ചു വളർന്ന തലമുതിർന്ന കാരണവന്മാരുടെ തല മണ്ണിൽ കുത്തുന്നത് വരെ ആ വിത്ത് മുളക്കാൻ സമ്മതിക്കരുതേ, സമ്മതിക്കരുതേ, സമ്മതിക്കരുതേ എന്നാണ് എനിക്ക് നിങ്ങളോട് വളരെ വളരെ വിനയത്തോടുകൂടി അപേക്ഷിക്കാനുള്ളത്. സഹോദരങ്ങളെ, കേരള നദുവത്തുൽ മുജാഹിദീനെ അടുത്ത് നയിക്കാൻ പോകുന്ന നേതാവാ. എന്താ പറഞ്ഞെന്നറിയോ? ചെറിയ മുണ്ടത്തിന്റെ ചിറിനക്കി. ആരെ കുറിച്ചാ? വാദപ്രതിവാദങ്ങളിൽ തിളങ്ങി നിന്ന മണ്ണാർക്കാടും അതുപോലെ തന്നെ പല വാദപ്രതിവാദങ്ങളിൽ ഉസങ്കടിയിലും ഇടമുറ്റത്തും തുടങ്ങി തലശ്ശേരിയിലും കുന്നത്തേരിയിലും നമ്മുടെ നേതാക്കന്മാർ ഏൽപ്പിച്ച മഹാനായ പണ്ഡിത കേസരി ജബ്ബാർ മൗലവി ചെറിയ മുണ്ടത്തിന്റെ ചിറിനക്കിയാണെന്നും അതുപോലെ ജബ്ബാർ മൗലവിയുടെ ഇലനക്കിയാണെന്നും ജബ്ബാർ മൗലവിയുടെ ചിറിയാണ് സക്കരിയ സ്വലാഹി നക്കിയതെന്നും അതുപോലെ സക്കരിയ സ്വലാഹിയുടെ പൃഷ്ഠം എന്ന് പറഞ്ഞാൽ മലദ്വാരം നക്കികളാണ് ഇവിടെയുള്ള ആളുകളെന്നും പറയുന്ന ഈ ആളാണോ ജംഇയ്യത്തുൽ ഉലമയുടെ നേതാവാകേണ്ടത്? നിങ്ങൾ ശരിക്ക് ചിന്തിക്കുക. ഞാനതിനെ വിശദീകരിക്കുന്നില്ല. ഈ ജാതി ആളുകളാണ്, അതിനെയാണ് ഞങ്ങൾ എതിർക്കുന്നത്. KNMനെയല്ല, KJയുനെയല്ല. മഹാന്മാര് കെട്ടിപ്പടുത്ത ആ പ്രബോധന പാരമ്പര്യത്തെ വ്യത്യസ്തമായി ഈ രൂപത്തിലുള്ള കാര്യമാണ്. അങ്ങനെ ഒരു ആയത്തുണ്ട് ഖുർആനില്, എന്ന് പറഞ്ഞതും ഖുർആനാ. തിന്മയെ നന്മ കൊണ്ട് നേരിടുക. ചിലപ്പോ തിന്മ കൊണ്ട് നേരിട്ടാലേ അതണ്ട് അവസാനിക്കും. ചിലപ്പോ അങ്ങനെ വേണ്ടിവരും. ഞാൻ കുളിക്കുമ്പോ കുപ്പായവും ബനിയനും ഷഡ്ഡിയും തുണിയൊക്കെ അഴിച്ചൊരു മുണ്ടെടുത്തിട്ടാ കുളിക്കല് കുളിമുറിയില്. ഒരുത്തന് അത് ഫോട്ടോ എടുത്തിട്ട് കണ്ടോ അബ്ദുറഹ്മാൻ സലഫിന്റെ സംസ്കാരം, മൂപ്പര് വെറും മുട്ടിന്റെ മീതെ കാണുന്ന ഒരു തുണി എടുത്തിട്ടാ
നടക്കുന്നത് എന്ന് പറഞ്ഞ് നെറ്റിലിട്ടാൽ എങ്ങനെ ഉണ്ടാവും? കുളിക്കുമ്പോ അങ്ങനെ അബ്ദുറഹ്മാൻ സലഫി. ഇനി ഒന്നും രണ്ടും നടന്ന രണ്ടിനും ഇരിക്കുമ്പോ തുണി പൊക്കിയിട്ടായിരിക്കും ഇരിക്കുക. അപ്പൊ ഒരുത്തം ഫോട്ടോ എടുത്തിട്ട് ഈ ജാതി ആളാ സലഫി എന്ന് പറഞ്ഞ മോശമായതല്ലാതെ ഇന്നെ തെറി പറഞ്ഞ് മോശമായിട്ട് സംസാരിച്ച അത് കല്യാണം അടിച്ചൊഴിക്കുന്നു പറയേണ്ടി വരും. ചിലപ്പോ അതിന്റെ അപ്പുറമൊന്നും ചെയ്യേണ്ട സ്ഥിതി ഉണ്ടാകാതെക്കട്ടെ ഈ ജന്മത്തിൽ എന്നാ വിചാരിക്കണത്. ഏതായാലും ഞാൻ ആരും പല്ലിതുവരെ അടിച്ച് കൊഴിച്ചിട്ടില്ല. വർത്താനൊക്കെ ആവശ്യത്തിനനുസരിച്ചൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് പറയാൻ എനിക്ക് കഴിയും ചെയ്യും. പറയേണ്ടി വരുമ്പോ അത് പറയും. നിങ്ങൾ ആലോചിക്കണം. എനിക്കിതൊക്കെ പറയാൻ കഴിയും, പറയുകയും ചെയ്തിട്ടുണ്ട്, ശീലമുണ്ട് എന്നാണ്. ഇത് ഷാഫി സലാഹിനെ CD ടവറിൽ വിളിച്ചിരുത്തി പല്ലടിച്ചു വയ്ക്കുന്നു പറഞ്ഞ കഥയാ പറയുന്നത്. ചിലപ്പോ അതിനേക്കാൾ അപ്പുറം ചെയ്യണം, അങ്ങനെ വരാതിരിക്കട്ടെ. എവിടെ കയ്യാളൊക്കെ ഒരു ചിന്ത? നിങ്ങൾ ആലോചിക്കേ, ഈ ആളുകൾ നേതൃത്വം നൽകുന്നതിനെ ഞങ്ങൾ എതിർക്കുന്നു. ഈ ആളെ മാറ്റി നിർത്താൻ കഴിഞ്ഞ 10-12 കൊല്ലമായി ആവശ്യപ്പെടുന്ന മുജാഹിദുകൾ ന്യായമായി അനവധി ചെലവുകളുടെ പിൻബലത്തോടെ ഇയാളെ ഈ പ്രസ്ഥാനത്തെ ഏൽപ്പിച്ചു കൊടുത്താൽ ആളുകളുടെ ഇടയിൽ ഇറങ്ങി നടക്കാൻ നമുക്ക് കഴിയില്ല എന്ന് ബോധ്യപ്പെടുത്തി. എന്നോട് നിങ്ങൾക്ക് ദേഷ്യം തോന്നുന്നു. പ്രചരിപ്പിക്കുകയോ എന്നെപ്പറ്റി കള്ളത്തരം പറഞ്ഞ് മറ്റുള്ളവരിൽ മറച്ചു വെച്ച് ഒപ്പുവാങ്ങിച്ച് അത് നെറ്റിലൂടെയും നാട്ടിലൂടെയും പ്രചരിപ്പിക്കുകയോ വെറുതെ വിടില്ല. ഇതാണോ 110 ക്യാരറ്റ്? അപ്പൊ ഇത്തരത്തിലുള്ള കള്ളന്മാര്, നികൃഷ്ട പ്രവർത്തനം ചെയ്യുന്നവർ ആരാണെങ്കിലും അവരെ പ്രസ്ഥാനം വിളിച്ചു വരുത്തി അന്വേഷിച്ച് വേണ്ടത് ചെയ്യും. ആദർശപരമായ അച്ചടക്കം, സംഘടനാപരമായ അച്ചടക്കം ഈ ആദർശ പ്രസ്ഥാനത്തിന് അനിവാര്യമാണ്. അത് ലംഘിക്കാൻ അനുവദിക്കില്ല എന്ന് നേതൃത്വത്തിന്റെ കൂടെയുള്ള അനുയായികളും പ്രതിജ്ഞാബദ്ധമാണ്. അതുകൊണ്ട് അവസാനിപ്പിക്കുക. അതൊന്നും പറയിപ്പിക്കരുത് കേട്ടോ. നമ്പറിട്ട് പറയും. എനിക്ക് ഈ സാലിമിനെ പറ്റിയിട്ട് നല്ല 1-ാം നമ്പർ ക്ലിപ്പുണ്ടാക്കിയോണ്ട് വിട്ടൂടെ? എന്റെ മൂക്ക് ഓൻ ചെത്തുവോ? ചെത്തുമെങ്കിൽ ഓന്റെ മൂക്ക് എനിക്കും ചെത്താൻ കഴിയൂലേ? പക്ഷെ ആ പണി ഞാൻ ചെയ്തിട്ടില്ല, ചെയ്യാൻ വിചാരിച്ചിട്ടില്ല. കഴിയാത്തതൊന്നുമല്ല. ഞാൻ അത്യാവശ്യം ഇരിക്കും. ഞാനും ആ പ്രായം കഴിഞ്ഞിട്ടെന്നെ വന്നത്. ആ പ്രായത്തിലുള്ള വളവും കുബുദ്ധിയും എനിക്കറിയാം. ഈ പ്രായം വരെയുള്ള സഹോദരങ്ങളെ, വിളവിലും കുബുദ്ധിയിലും ഈ പ്രായം വരെ എനിക്ക് നല്ല പരിചയമുണ്ട്. ഇതാണോ ഈ ആള് നയിച്ചാൽ എങ്ങനെ ഉണ്ടാവും? വിളവിലും കുബുദ്ധിയിലും എനിക്ക് നല്ല തഴക്കവും പഴക്കവുമാണ്. ഈ കാലം അത്രയും എന്റെ ജീവിതം അതിന് തെളിവാണ് എന്ന് പറഞ്ഞൊരു മനുഷ്യനെ വിമർശിച്ചാൽ അത് സംഘടനക്കെതിരാവും. സാലിമിന്റെ മൂക്കയ്യെത്തും. ഞാനൊരു സ്ഥലത്ത് പ്രസംഗിച്ചപ്പോ, ഇടത്തനായിട്ട് പ്രസംഗിച്ചപ്പോ NV സാലിമിക്ക് എന്ന് തെറ്റിദ്ധരിച്ചു. കാരണം സാലിം കേട്ട് പല നിലക്കും ഇയാൾ സംസാരിച്ച ക്ലിപ്പിംഗ് നമ്മുടെ കയ്യിലുണ്ട്. വങ്കച്ചമേ, വിട്ടിച്ചമേ, നിന്റെ പേരോ സാലിം എന്നൊക്കെ ചോദിച്ചിട്ട് സാലിം ഖാനെ കുറിച്ച് പറയും. ഇത് പാണ്ടിക്കാട് സാലിമിനെ കുറിച്ച് കേട്ടോ. അത് തിരിച്ചു വായിക്കണമെന്ന് മാത്രം. പക്ഷേ സാലിം മാറി എന്നുള്ളതുകൊണ്ട് ഇയാൾ കാണിക്കുന്ന പരാക്രമല്ല ഉണ്ടാവുമോ? പേര് മാറിയാൽ പരാക്രമല്ല ഉണ്ടാവുമോ? അപ്പൊ വിളവും കുബുദ്ധിയുമുള്ള ഒരാളായി ഇതിനെ നയിക്കുന്നത്. അയാൾ എന്ത് പറഞ്ഞാലും അതനുസരിക്കവരെ. അതിനെതിരാണ് ഞങ്ങൾ ഈ പ്രസ്ഥാനത്തിന് അനുകൂലമാണ്. ഞങ്ങൾ ഈ പ്രസ്ഥാനത്ത് ഞങ്ങളാരും പുറത്തേക്ക് പോയതല്ല, ഞങ്ങളെ പിടിച്ചു വെളിക്കിട്ടതാണ്. എത്ര പേര് ചേലേമ്പരയിൽ പ്രസംഗം കേൾക്കാൻ പോയിട്ട് ബാപ്പ പുറത്താക്കിയ മക്കളെ കത്തെയ്താണ് കേൾക്കരുത്, കാണരുത്. ഇതാണോ മുജാഹിദ് പ്രസ്ഥാനം? എല്ലാം കേൾക്കാനും ചിന്തിക്കാനും പഠിക്കാനും നമ്മൾ ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. അതുകൊണ്ട് അവസാനമായും ആദ്യമായും ശിർക്കിൽ നിന്നുള്ള സമൂഹത്തിന്റെ മോചനം. അവസാനമായി നിങ്ങളൊരു ക്ലിപ്പിംഗ് കേൾക്കണം. ഈ പുരോഹിത വർഗത്തിൽ നിന്ന് ഈ സമൂഹത്തെ രക്ഷപ്പെടുത്താനുള്ള നമ്മുടെ ശ്രമമാണ് യഥാർത്ഥത്തിൽ നമ്മളെ വ്യതിരിക്തമാക്കി നിർത്തുന്ന അടിസ്ഥാനപരമായ കാര്യം. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, അവസാനമായ ഒരു ക്ലിപ്പിംഗും ഒരു ലഘു വിവരണവും കേട്ട് നമുക്ക് പിരിയാം. ആ ഭാഗം നിങ്ങളൊന്ന് കേൾക്കുക. എന്റെ ചോദ്യം, ആ അപകട സമയത്തിൽ ആ വിളിച്ച ആൾക്ക്, ഇപ്പോ നേരത്തെ പ്രസംഗിച്ച ഉസ്താദ് പറഞ്ഞു അവസാനം മരിക്കുന്ന സമയത്ത് കാമിലായ ഈമാനോട് കൂടി മരിക്കാൻ തൗഫീക്ക് തരണം, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞു മരിക്കാൻ നമുക്ക് ഭാഗ്യം വേണമെന്ന്. അത് എല്ലാ മുസ്ലിമീങ്ങളെയും അത് തന്നെയാണ് ഷഹാദത്ത് കലിമ. ആ പറഞ്ഞിട്ട് എന്തായാലും അപകടം സംഭവിച്ച ആ സുഹൃത്തിന് ഹോബിയായിട്ട് വന്നതാണ് മൊഹീദ്ദീൻ ഷേഖ് തങ്ങളെ എന്ന് വിളിച്ചിട്ട്. ഈ സഹോദരന് അവസാനം മരിക്കുമ്പോൾ അപകടത്തിൽ മൊഹീദ്ദീൻ ഷേഖ് തങ്ങളെ എന്ന് വിളിച്ചു.
അസമയത്ത് മരിച്ചു. ആ സഹോദരന് ഷഹാദത്ത് കലിമ ആയിട്ടുണ്ടോ? രണ്ടാമത്തെ ചോദ്യം ഒന്ന് കഴിഞ്ഞിട്ട് ബാക്കിയാക്കാം ഇൻഷാ അല്ലാഹ്. ചോദ്യം അതാണ് ഞാൻ മനസ്സിലാക്കിയത്. ആ നേരത്ത് ഇസ്ലാം എന്ന് പുറത്തു പോകുന്നുള്ള പ്രശ്നം അതല്ല സുഹൃത്ത് ഉദ്ദേശിച്ചത്. അവസാനത്തെ വാചകം മുഹിയുദ്ദീൻ ഷേഖ് ആവൂലേ എന്നാണ് ഞാൻ പറയുന്നു. മുഹിയുദ്ദീൻ ഷേഖിനെയല്ലേ കാവൽ വിളിച്ചത്? കാവൽ വിളിച്ചാൽ കാവൽ കൊടുക്കുന്ന ആളാണ് മുഹിയുദ്ദീൻ ഷേഖ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് തന്നെ മുഹിയുദ്ദീൻ ഷേഖ് എന്ന് വിളിച്ചത് മുഅ്മിനിന്റെ അടുത്ത് മുഹിയുദ്ദീൻ ഷേഖ് വരും. അത് വിളിച്ചാൽ അവിടെ അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ മുഹിയുദ്ദീൻ ഷേഖിന്റെ കഴിവ് കൊണ്ട് അല്ലാഹു അദ്ദേഹത്തിന് കഴിവ് കൊടുത്തിരിക്കും. അപ്പൊ നിങ്ങൾ സംശയിക്കണ്ട. മുഹിയുദ്ദീൻ ഷേഖെ കാക്കണേ എന്ന് പറഞ്ഞാൽ അങ്ങനെ മരിച്ചു പോവില്ല. ആ മുഹിയുദ്ദീൻ ഷേഖിന്റെ കാവൽ അപ്പ കിട്ടും. ഉടനെ അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൂടി പറയും. അതുകൂടി പറഞ്ഞിട്ടേ അവൻ മരിക്കൂ. ഇതാണ്. കേട്ടില്ലേ സഹോദരങ്ങളെ, അങ്ങ് ബഗ്ദാദിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഷെയ്ഖ് ജീലാനി അവർകൾ ഏതെങ്കിലും ഒരു ആക്സിഡന്റ് പറ്റുന്ന കുട്ടിയുടെ വിളി കേൾക്കുമെന്നും അങ്ങനെ അവന് കേട്ടുത്തരം ചെയ്യാനും ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കാനും മൊയ്തീൻ ഷെയ്ഖിന് കഴിവുണ്ടെന്നും വിശ്വസിക്കുകയും മരണവേളയിൽ പോലും ഒരു മനുഷ്യനെ ഈമാനോടുകൂടി മരിപ്പിക്കാൻ സമ്മതിക്കാത്ത സമസ്ത ഇവിടെയുണ്ട്. അള്ളാഹുവിന്റെ റസൂല് മൂത്താപ്പയുടെ മുമ്പിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയൂ മൂത്താപ്പ എന്ന് പറയും. മറുഭാഗം പറയുന്നു ഇബ്രാഹിം നബിയെ രക്ഷിക്കണേ, ഇസ്മായിൽ നബിയെ കാക്കണേ എന്ന് പറഞ്ഞ് ശിർക്കിലായി അദ്ദേഹത്തെ മരിപ്പിച്ചു. ആ മരണ വാർത്ത കേട്ട റസൂലല്ല അവിടുന്ന് ഗദ്ഗദ കണ്ഠനായി ഇറങ്ങിപ്പോരുമ്പോ ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത വലാകിന്നല്ലാഹ യഹ്ദീ മൻ യശാ എന്ന് അല്ലാഹു സൂറത്ത് ഖസസിലെ 56 സഹോദരങ്ങളെ, ഈ സമൂഹത്തെ ശിർക്കിലേക്ക് നയിക്കുന്ന പൗരോഹിത്യമേ, നിങ്ങൾക്ക് തൗഹീദ് ചഞ്ചലമാണെന്ന് പറയാൻ അവകാശമില്ല. ഇത് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. ഇനി എനിക്ക് ഒരു ഭാഗം നിങ്ങളെ വായിച്ചു കേൾപ്പിച്ച് ഞാൻ അവസാനിപ്പിക്കും. നവോത്ഥാനത്തിന്റെ ഒരു നൂറ്റാണ്ട് എന്ന് KNM പ്രസിദ്ധീകരിച്ച ലേഖനത്തിൽ നിന്ന്, പുസ്തകത്തിൽ നിന്ന് ഒരു ഭാഗം ഞാൻ നിങ്ങൾക്ക് വായിച്ചു കേൾപ്പിക്കുകയാണ്. തൗഹീദി ആദർശ പ്രബോധനം ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി 1967 ഇത്തിഹാദ് ശുബ്ബാനിൽ മുജാഹിദീൻ എന്ന പേരിൽ മുജാഹിദ് യുവ സംഘടനയ്ക്കും 1970 മുജാഹിദ് സ്റ്റുഡൻസ് മൂവ്മെന്റും അതുപോലെ തന്നെ MSM എന്ന ബാനറിൽ മുജാഹിദ് വിദ്യാർത്ഥി പ്രസ്ഥാനവും 1987 മുസ്ലിം ഗേൾസ് ആൻഡ് വിമൻസ് മൂവ്മെന്റ് എന്ന വനിതാ സംഘടനയും KNM രൂപം നൽകി. സെലഫി യുവാക്കളെ സംഘടിപ്പിച്ചുകൊണ്ടും, അടുത്ത പദം സലഫി യുവാക്കളെ സംഘടിപ്പിച്ചുകൊണ്ടും നിങ്ങൾ കേൾക്കണം, പ്രവൃത്തിപഥത്തിൽ സജീവമായി മുന്നേറിയ ISM കലാലയങ്ങളിലേക്ക് ധർമ്മ സന്ദേശവുമായി കടന്നു ചെന്ന MSM-ഉം ഇന്ന് കേരളത്തിലെ മുൻനിര വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. മറ്റെല്ലാ യുവജന വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി പരലോകരക്ഷ മാത്രം കാംക്ഷിച്ച ഭൗതികമായി സ്വാർത്ഥ താല്പര്യങ്ങളില്ലാതെ കറപുരളാതെ ധർമ്മബോധത്തിന് ഊന്നൽ നൽകി മുന്നോട്ട് പോകുന്ന ISM-ഉം MSM-ഉം സലഫി ആദർശം നെഞ്ചിലേറ്റിയ 10,000-കണക്കിന് നന്മയുള്ള ചെറുപ്പക്കാരെ സൃഷ്ടിക്കുകയും മദ്യം, ചൂതാട്ടം, ലൈംഗിക അരാജകത്വം, അഴിമതി, കഴിക്കൂലി, അതുപോലെ കലാപരാഷ്ട്രീയം, തീവ്രവാദം തുടങ്ങിയ അധാർമികതകളിൽ നിന്ന് എല്ലാത്തരം ആത്മീയ ചൂഷണങ്ങളിൽ നിന്നും അവരെ സംരക്ഷിക്കുകയും ചെയ്തു. ആലോചിച്ചു, സംരക്ഷിക്കുകയും ചെയ്ത KNM-ന്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചു കൊണ്ടിരുന്നു. ഏത് ISM തീവ്രവാദത്തിന് ഇപ്പൊ പറയുന്നറിയോ? കേസ് കൊടുത്തിട്ട് പ്രൊഫസർ പറയണ ഒരു പ്രൊഫസർ ഉണ്ടല്ലോ, യൂണിറ്റിൽ നിന്ന് വളരാത്ത, അതുപോലെ തന്നെ ജില്ലയിൽ നിന്ന് വരാത്ത പ്രൊഫസർ സാഹിബ് എന്ന് പറയുന്ന ഒരാള്, അദ്ദേഹം കോടതി കൊടുക്കണം. എന്തുകൊണ്ട് ISM-ന് KNM-ൽ മെമ്പർഷിപ്പ് ഇല്ലാതെ വരുന്നു എന്ന് ചോദിച്ചാൽ ISM തീവ്രവാദത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട്, അതുകൊണ്ടാണ്. എന്നിട്ട് KNM-ന്റെ നവോത്ഥാന പുസ്തകത്തിൽ പറയുന്നത് ഇനി വളരെ പ്രസക്തമായ ഒരു ഭാഗം കേട്ടോളൂ, നിങ്ങൾ മനസ്സിലാക്കിയിട്ട് പിരിഞ്ഞോളി. മുജാഹിദ് യുവജന പ്രസ്ഥാനം കേരളത്തിലുടനീളം ന്യൂനപക്ഷ തീവ്രവാദത്തിനെതിരായി പൊതുയോഗങ്ങൾ സംഘടിപ്പിച്ചു, ലഘുലേഖകളിറക്കി, പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചു, തുറന്ന സംവാദങ്ങൾ നടത്തി. തൂമ്പയെന്ന് വിളിക്കാതെ മൃദു സമീപനത്തിന്റെ പോളിഷ് ചെയ്ത മുഖവുമായി ഇത്തരം വിഷയങ്ങളിൽ കിടന്നുരുളുകരുതെന്ന് ISM നിശ്ചയം ചെയ്തു. ISM നടത്തിയ പ്രചരണ പ്രവർത്തനങ്ങളാണ് കേരളത്തിലെ മുസ്ലിം മുഖ്യധാരയെ തീവ്രവാദ ചിന്തകളിൽ അകറ്റിയത്. നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ പ്രബുദ്ധമായ ഇന്നലകളോട് നീതി പുലർത്താൻ തീവ്രവാദത്തിനെതിരായ പോരാട്ടത്തിലൂടെ ISM-ന് സാധിച്ചു.
ഇതിനെതിരെ തീവ്രവാദമുണ്ട്, മതപരമായ തീവ്രവാദമുണ്ട്, അല്ലാത്ത തീവ്രവാദങ്ങളുണ്ട് എന്ന് പ്രസംഗിക്കുകയും എഴുതുകയും ചെയ്യുന്നു. ഈ ആളുകൾ നമ്മുടെ സമ്മേളനത്തെ കുറിച്ച് കൂടി ഇതിന്റെ അവസാന ഭാഗത്ത് ഒരു ഭാഗം ഞാൻ നിങ്ങൾക്ക് വായിച്ചു കേൾപ്പിച്ചു തരാം. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സമ്മേളനങ്ങൾ ഒരിക്കലും കേവലമായ ഒരാൾക്കൂട്ട പ്രദർശനങ്ങളായിരുന്നില്ല. പ്രബുദ്ധമായ ഉള്ളടക്കം കൊണ്ട് ശ്രദ്ധേയമായി തീർന്ന സമ്മേളന സെഷനുകൾ ഓരോ മുജാഹിദ് സമ്മേളനത്തെയും വ്യതിരിക്തമാക്കി. നമുക്ക് പരിശോധിക്കാം. സ്ത്രീ പുരുഷ ജാതി ഭേദമന്യേ മുഴുവൻ മലയാളികളെയും മുജാഹിദ് സമ്മേളനത്തിൽ പങ്കാളിയാക്കാനാണ് പ്രസ്ഥാനം ആഗ്രഹിക്കുന്നത്. ആലോചിക്കുക. എന്നിട്ട് ISM-നോടും MS-നോടും ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങൾ ആദർശം പറയണ്ട. വളരെ പ്രധാനമായൊരു ചോദ്യം ചോദിച്ചോട്ടെ. മുജാഹിദ് സമ്മേളനമൊക്കെ ദൈവത്താണ്. മങ്കട സുബൈർ മങ്കട സമ്മേളനം വിധേയത്തല്ലേ എന്ന് ചോദിച്ചപ്പോ നമ്മുടെ നേതാക്കന്മാർ കൊടുത്ത മറുപടി എന്തറിയോ? സമ്മേളനമല്ല, സമ്മേളനത്തിലേക്ക് എത്തിക്കുന്ന ദഅവത്ത് ഗ്രാമങ്ങളിൽ. ഈ സമ്മേളനം എന്ത് ദഅവത്ത് നിർവഹിച്ചു? ഈ സമ്മേളനത്തിന്റെ ഭാഗമായി എത്ര മുസ്ലിങ്ങൾ വരും? ആ ചങ്ങരങ്ങളൊക്കെ എന്തായിരുന്നു? എല്ലാരും പരിശോധിക്കും. ഒന്നിച്ചു പോകാനല്ല പറയുന്നത്. ISM-നെയും MS-നെയും മരവിപ്പിച്ചു. അത് മാധ്യമത്തിലെത്തി. ആരാണ് മാധ്യമക്കാർക്കും ആരാണ് സമസ്തക്കാർക്കും ഈ കൃത്യവിവരണം കൊടുക്കുന്നത്? അത് കൊണ്ടെത്തിക്കുന്ന ചില ആളുകൾ CD ടവറിലുണ്ട്. നിങ്ങൾ പരിശോധിക്കുക. അതുകൊണ്ട് അട്ടിമറികളിലൂടെ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന തിന്മകൾ നിങ്ങളറിയാം. എനിക്കിവിടെ കൂടിയവരോടൊക്കെ ഈ ചർച്ചയെല്ലാം ശ്രദ്ധിക്കുന്ന നിങ്ങളോട്, നമ്മുടെ ജീവിതം പാഴായി പോകരുത്. ശിർക്കിന്റെ ഒരംശവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. ബിദ്അത്തിന്റെ ഒരംശവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. ബിദ്അത്തിന് വേണ്ടിയോ അന്ധവിശ്വാസത്തിന് വേണ്ടിയോ ഒരു ക്ലിനിക്കും നമ്മൾ നടത്തിയിട്ടില്ല. എല്ലാം നുണപ്രചരണങ്ങളാണ്. അതെല്ലാം നുണപ്രചരണങ്ങളാണ്. അതുകൊണ്ട് തന്നെ നാം ശരിക്ക് കാര്യങ്ങൾ പഠിച്ചു മുന്നോട്ട് പോകണം. ജീവിതത്തിൽ വിശുദ്ധി സൂക്ഷിക്കണം. നമസ്കാരം കൃത്യമായി നിർവഹിക്കണം. അല്ലാഹുവിന്റെ റസൂലിനെ സിഹർ ഫലിച്ചു എന്ന് പറയുന്ന ഹദീസുകൾ ബുഖാരിയിലാണ്. അതിനെ തള്ളിക്കളയുന്ന ഹദീസ് ബുഖാരിയുടെ വാപ്പ പറഞ്ഞാലും ഞാനത് സ്വീകരിക്കില്ല എന്ന് പറഞ്ഞ ആളാണ് ഇരുവേറ്റിക്കാരൻ. എന്നിട്ടും അദ്ദേഹത്തിനോട് മൃദുല സമീപനം സ്വീകരിച്ചവരെ നിങ്ങൾ ഒന്നറിയണം. എന്ന സൂറത്തുൽ നിസായിലെ 65 അള്ളാന്റെ റസൂലിന്റെ കാര്യത്തിൽ തീരുമാനമെടുത്താൽ പിന്നെ നിങ്ങൾക്ക് എതിരെ അഭിപ്രായം ഉണ്ടാൻ പാടില്ല, ചോദ്യം ചെയ്യാൻ പാടില്ല. ഇവർക്കൊക്കെ മനസ്സിൽ ചൊറിച്ചിലാണ്. നിങ്ങൾ നോക്കിക്കോളൂ. ഹദീസ് നിഷേധം ഇവിടെ വ്യാപകമായി കൊണ്ടിരിക്കുകയാണ്. അതിനെതിരെ ജാഗ്രതപ്പെടുത്തുന്നതാണ് നമ്മുടെ ഹദീസ് സെമിനാറുകൾ. ഇൻഷാ അല്ലാഹ് നമ്മുടെ പ്രോഗ്രാമുകളെ കുറിച്ച് ഇവിടെ പറയപ്പെടും. നിങ്ങൾ വരിക, കേൾക്കുക, സത്യം ഉൾക്കൊള്ളുക. ജമാഅത്തെ ഇസ്ലാമി സമസ്ത മടവൂരി തുടങ്ങിയിട്ടുള്ളവരോട് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ കുറിച്ച് വിലയിരുത്തണം. എന്താണ് സുന്നത്തി, എന്താണ് ഖുർആൻ, എന്താണ് ചരിത്രം, എന്താണ് ജിന്നിനെ കുറിച്ച് ഖുർആനിലും സുന്നത്തിലും ഉള്ളത്, സലഫുകൾ എന്താണ് വിശദീകരിച്ചത്, എന്താണ് അവരുടെ പ്രമാണങ്ങൾ, എന്താണ് മലക്ക്, അവരുടെ കേൾവി, കാഴ്ച തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും. പണ്ഡിതന്മാർ പറയുന്നത് എന്തറിയോ? തൗഹീദ് പഠിക്കുന്നിടത്ത് ജിന്നും മലക്കും ചർച്ച ചെയ്യുകയും സിഹറും അതുപോലെ തന്നെ കണ്ണേറുബാധയും തൗഹീദിന്റെ ഭാഗമായി പഠിപ്പിക്കപ്പെടേണ്ടതാകുന്നു എന്ന മഹാപണ്ഡിതന്മാർ പറഞ്ഞു. അതൊന്നും പഠിപ്പിക്കരുത് എന്ന ഒരു ധ്വനി അത് കേൾക്കരുത്, വായിക്കരുത്, പറയരുത്, പള്ളി മിമ്പറുകളിൽ പറയരുത്, പ്രസംഗിക്കരുത് എന്ന് പണ്ഡിതന്മാരെ വിലക്കുന്നവരോട് നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെടുക എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എല്ലാവിധ തിന്മകളിൽ നിന്നും അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഇവിടെ വിശദീകരിച്ച ഓരോ വിശദീകരണവും നിങ്ങൾ നെഞ്ചിലേറ്റി സത്യത്തിന്റെ കൂടെ നിൽക്കണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ടും ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ തിന്മകളും നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നാളെ മഹ്ശറയിൽ എരിപുരി കൊള്ളുന്ന വെയിലത്ത് അർശിന്റെ തണം നൽകി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ന്യൂനപക്ഷ തീവ്രവാദങ്ങളിൽ നിന്നും ഭൂരിപക്ഷ തീവ്രവാദങ്ങളിൽ നിന്നും അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഹക്കും ബാത്തിലും വേർതിരിച്ച് മനസ്സിലാക്കുകയും ഖുർആനിലും സുന്നത്തിലും സ്ഥിരപ്പെട്ടതെല്ലാം മനസാവാച കർമ്മണ ചോദ്യം ചെയ്യാതെ സ്വീകരിക്കുന്ന സ്വാത്വികന്മാരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. നമ്മുടെ ബുദ്ധിക്ക് യോജിക്കില്ല എന്നതുകൊണ്ട് തള്ളേണ്ടതല്ല സ്വഹിയായ ഹദീസുകൾ. അതൊക്കെ പഠിച്ച് മനസ്സിലാക്കി അതിനനുസരിച്ച് ജീവിക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നമ്മളെ അല്ലാഹു ഒന്നിപ്പിച്ച് നിർത്തട്ടെ. നിസാരമായ പ്രശ്നത്തിന്റെ പേരിൽ ഈ പുകലുണ്ടാക്കുന്ന നേതാക്കന്മാരെ വളച്ചൊടിച്ച് തെറ്റിദ്ധരിപ്പിച്ച് പല നിലക്കും ചാരന്മാർ ചെയ്തു കൂട്ടിയ പ്രവൃത്തിയിൽ നിന്ന് അവരുടെ തെറ്റിദ്ധാരണകൾ തിരിച്ചപ്പെടാൻ ഇത് ഉപകരിക്കുമാറാകട്ടെ. നമുക്കൊന്നിച്ചു പോകാൻ ഒറ്റ പ്രശ്നങ്ങൾ 5 മിനിറ്റ് കൊണ്ട് അവസാനിക്കുന്ന കാര്യമേ ഉള്ളൂ. ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് KJ യുടെ നേതൃത്വം പറയുക. ഞങ്ങൾ ഖുർആൻ ദുർവ്യാഖ്യാനിച്ചിട്ടുണ്ട് പലരും എന്ന്
തുറന്നു പറയുക. ഞങ്ങൾ ശിർക്കല്ലാത്തതിന് ശിർക്കാക്കിയിട്ടുണ്ടെന്ന് തുറന്നു പറയുക. മഹാന്മാരായ നേതാക്കന്മാരെ ഞങ്ങൾ തള്ളിക്കളഞ്ഞിട്ടുണ്ടെന്ന് പറയുക. ഞങ്ങൾക്ക് ആരോഗ്യയോടുള്ള വിരോധം കൊണ്ട് ചെയ്തു പോയതാണിതെന്ന് തുറന്നു പറയുക. എന്നിട്ട് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളും ഞങ്ങൾക്ക് വേണ്ടി നിങ്ങളും പരസ്പരം റബ്ബിനോട് പ്രാർത്ഥിക്കുക, ഒന്നിച്ച് മുന്നേറുക. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅയുനിൻ വജ്അൽനാ ലിൽമുത്തഖീന ഇമാമാ. റബ്ബന ലാ തുസീഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ്. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مقلب القلوب ثبت قلوبنا على دينك. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله وبركاته.